എല്ലാവർക്കും ഒരിക്കൽ കൂടി ബി വ്ലോഗിലേക്ക് സ്വാഗതം. ഇവിടെ ചെറിയൊരു ബസ് വന്ന് നിൽക്കുന്നുണ്ട് വേണ്ടിയിട്ട് ഉണ്ടാകും. ഈ ബസ്സിലാണ് യാത്ര. ഈ വണ്ടിയിലാണ് നമ്മൾ പോകണം. നമ്മളെ ടീമാണ്. ഇതാണ് വണ്ടി. അത് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്മളെ ആഗ്രയിലേക്കാണ് ഇപ്പോൾ നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രയിൽ പോയിട്ട് നമ്മൾ താജ്മഹൽ, ആഗ്ര ഫോർട്ടും കണ്ടിട്ട് ഇന്ന് രാത്രിയോടുകൂടി തിരിച്ച് ഇങ്ങോട്ടേക്കാണ് തിരിച്ചെത്തും. ഇന്നത്തെ പ്ലാൻ അതാണ്. നാളെ നമുക്ക് നാളെ പറയാം. നാളത്തെ നമുക്ക് ഏകദേശം പറയാൻ കഴിയും. നമ്മളൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ നാളെ അല്ല നിങ്ങൾക്ക് പ്രീ പ്ലാൻഡാ, പക്ഷെ ഇപ്പൊ തന്നെ പറഞ്ഞു സർപ്രൈസ്. ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കണം. ഇവിടെ നല്ല മഞ്ഞുണ്ട്. വേറെ ഡൽഹിയിൽ നല്ല മഞ്ഞാണ്. ചൂട് വെച്ച ചൂടുണ്ട്, തണുപ്പ് വെച്ച തണുപ്പ്. മീഡിയം കോർട്ടലാണ്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. സമയം ഏകദേശം 7 മണി. ഇതാണ് എന്റെ വീട് കേട്ടോ. അതായത് നമ്മുടെ ഡൽഹി മെട്രോ ഇങ്ങോട്ട് വരെ ശരിക്കും ഇറക്കുന്നത്. ശരിക്കും നമ്മൾ യു പിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതാണ് മായാവതി പണ്ട് കുറെ ആനനുണ്ടാക്കിയിട്ട് അങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. 2.5 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകും. बहुत बड़ा होटल. ഇവിടെ ഹോട്ടല്, ഷോപ്പുണ്ട്, സാധനം മേടിക്കാനുള്ള. പിന്നെ വാഷ്റൂം സൂപ്പർ നമ്പർ 1. ഇഷ്ടം പോലെ ബാത്റൂമുണ്ട്. ഇട്ടതിൽ ടോയ്ലറ്റ് അടിപൊളി വൃത്തി. ഡൽഹിയിൽ അങ്ങനെ പ്രതീക്ഷയില്ല. വാഷ്റൂം എന്നുള്ള ബോർഡാണ് ഇങ്ങോട്ടേക്കുള്ള. ആണുങ്ങൾക്ക് ഒരു ഭാഗത്ത്, പെണ്ണുങ്ങൾക്ക് ഒരു ഭാഗത്ത്. ഞാൻ നാഷ്ടൊക്കെ ഓർഡർ ചെയ്തില്ല. നോക്കട്ടെ എന്താ കഴിക്കാന്നുള്ളത്, എന്താ ഉള്ളത് നോക്കട്ടെ. അതനുസരിച്ച് ഓർഡർ ചെയ്യണം. നല്ല തിരക്കുണ്ട്. എപ്പോഴാണ് കിട്ടാമെന്ന് അറിയില്ല. പുറത്തുണ്ട് ഇഷ്ടംപോലെ സീറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കയറിക്കോളാൻ പറഞ്ഞപ്പോൾ ഉള്ളിൽ നമ്മളെ വണ്ടിയിൽ വന്നവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ദോശക്ക് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട്. ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കഴിച്ചാൽ കേട്ടോ. എയർപ്ലെയിനിൽ ചെല്ലുന്ന ആ ചേച്ചി കാണിക്കാതെ അത് നമ്മൾ സ്ഥിരം കയറുമ്പോഴത്തേക്ക് ഞാൻ ആംഗ്യം കാണിച്ചത് ബാക്കി നിങ്ങൾ പറയല്ലോ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നെ നിങ്ങൾ ഊഹിച്ചു പോയിരിക്കില്ലേ? ചേച്ചി പറഞ്ഞിരുന്നില്ലല്ലോ. ചേച്ചി ഇപ്പോ ആദ്യം നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്ക്. ആഗ്ര ഫോർട്ടിനെ കുറിച്ച് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? ആദ്യം ഞാൻ നോക്കണം. എന്തൊക്കെ അറിയാം? ഒന്നും അറിയില്ല. ഉറപ്പാണോ? ഉറപ്പിച്ചോ? നിങ്ങളോട്ട് ഉറപ്പിച്ചോ? പക്ഷേ ഷാജഹാൻ ഉണ്ട്. ഷാജഹാൻ അവസാനം നിർമ്മിച്ചതാണ്. അതായത് അതില് റിനോവേഷൻ വർക്ക് നടത്തിയെന്ന് പറയാം നമുക്ക്. അതിനു മുമ്പ് ബാബർ നിർമ്മിച്ചിട്ടുണ്ട്. അക്ബർ ബാബർക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ശരിക്കും ഗോത്രവർഗങ്ങൾ ഉണ്ടാക്കിയിരുന്നൊരു ഏരിയ ആയിരുന്നു അത്. പിന്നെ അത് മുഗളന്മാരത് ആകർഷിച്ചത് പിടിച്ചെടുത്ത്. മുഗളന്മാർ അതിന് മുമ്പ് ഗോത്രവർഗങ്ങൾ കൈയാളിരുന്നു. പിന്നെ അത് വേറെ സംഘികൾ അങ്ങനെ പറയുന്നൊരു അന്ന് ചിലപ്പോൾ വളരെ പ്രകൃതി രമണീയമായിരിക്കും. കാരണം ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ താജ്മഹലിന് ചാരിയിട്ട്. ഇന്നത് വളരെ വിഷമയാണ്. പക്ഷേ എങ്കിലും കാണും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ എന്ത് ചെയ്തിട്ട് കാണാൻ നമുക്ക് നല്ല രസമാണല്ലോ. നല്ല നിരനിരക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ. അപ്പൊ ചിലപ്പോൾ അന്നത്തെ കാലത്തിനേക്കാളും മനോഹരമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ മുഗൾ രാജ്യത്തിന്റെ 2ാമത്തെ ഭരണകേന്ദ്രം എന്നുള്ള വിശേഷണം കൂടി നമുക്ക് എന്തുണ്ട് ഈ ആഗ്ര എന്ന സ്ഥലത്തിന് കൊടുക്കുന്നുണ്ട്. ഈ ആഗ്ര ഫോർട്ടിൽ നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ മാത്രമാണ് താജ്മഹൽ. ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ആഗ്ര ഫോർട്ടാണെങ്കിൽ മാക്സിമം ഒരു 1.5 മണിക്കൂർ. അത് നമ്മളവിടെ ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയം പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, കറക്റ്റ് ലഞ്ച് കറക്റ്റ് സമയത്ത് കഴിക്കാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ തന്നെ അടുപ്പിച്ച് വേണ്ടല്ലോ കുറച്ച് സമയത്ത് കൂടെ അല്ലേ? 1 മണിക്ക്
1 മണിക്ക് 1 മണിക്ക് മതിയോ? എന്റെ അമ്മോ, 1 മണിക്ക് തന്നെ ലഞ്ചോ? അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കയറുമ്പോ തന്നെ കാണാം എന്ത് ചുവന്ന കല്ലുകൾ കൊണ്ടാണ് അതിന്റെ പുറം ഭാഗം മൊത്തം ഉണ്ടാക്കിയിരുന്നത്. എല്ലാ നിർമ്മിതികളും ചുവന്ന കല്ലുകൾ കൊണ്ട്. പക്ഷേ പ്ലസ് ഷാജഹാൻ ഉണ്ടാക്കിയ ഭാഗം മാത്രം വൈറ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത് ഷാജഹാൻ ഉണ്ടാക്കിയതാണ്. അതിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ വേറെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നോ? കറങ്ങാനോ? ആ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി? സിംഗപ്പൂര്, മലേഷ്യ, ആ തായ്ലൻഡ്, ഇന്തോനേഷ്യ. അടിപൊളി. ഇന്ത്യയില് സൗത്ത് ഇന്ത്യയില് മാത്രം. നോർത്ത് ഇന്ത്യയില് ആ. ആദ്യമായിട്ടാണ്. ഓക്കെ, നോർത്ത് ഇന്ത്യന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? എന്നാലും നമ്മളെ സങ്കല്പത്തിലുള്ള ആ രീതിയായിട്ട് ഓക്കെ ഓക്കെ, താങ്ക് യു. ക്ലാപ്പ്. ചാവക്കട എവിടെ? ഒരു മണിയിലാ ഇപ്പൊ കണ്ടില്ലേ, പരിചയപ്പെട്ടോട്ട് റാത്തായി. വേണ്ട പറഞ്ഞു. ഓക്കെ, വൈഫ് അച്ഛാ പേര് പറഞ്ഞോ? എന്റെ പേര് സേവ്യർ എന്നാണ്. സേവ്യറിന്റെ അനിയൻ ഞാൻ കുറവിളിക്കാനാണ്, സ്വന്തം കൊണ്ടക്കാണ്. നമ്മള് കുറുപ്പുന്തര. ഞങ്ങൾ അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ്. അതിപ്പോ റിട്ടയർമെന്റ് ആയിട്ട് ഞാൻ ഭാര്യ ഞങ്ങളിങ്ങനെ കറങ്ങാൻ വേണ്ടി നടക്കാണ്. വെരി ഗുഡ്. പിന്നെ പിള്ളേരൊക്കെ അവിടെയാണ്. പിന്നെ ഞങ്ങള് കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോകുന്നു. യൂറോപ്പിലൊക്കെ ഒന്ന് കറങ്ങി. ഇനി ഞങ്ങൾക്കുള്ളത് ഇന്ത്യയൊക്കെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് യൂറോപ്പിൽ എന്താ ചെയ്തോണ്ട് വർക്ക് എന്തായിരുന്നു? ഞാൻ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അതിപ്പം റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പം ജോലിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. ജോലിയൊന്നുമില്ല നിൽക്കണം, റിട്ടയർമെന്റ് ആണ്. അതായത് വരുമാനം വരുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രംപ് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിള്ളേര് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ പേര് സോണിയ. അശോകൻ. ഞങ്ങള് ദുബായിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഞാൻ 2010 റിസൈൻ ചെയ്ത് ഇഞ്ഞ് പോന്നു. ഇങ്ങേർക്ക് ഫാർമസി ബിസിനസ് ആയിരുന്നു. ഇങ്ങേര് ഇപ്പം നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനത്തില് ഇഞ്ഞ് പോന്നു. പക്ഷെ സെറ്റിൽ ആകുന്നില്ല പുള്ളി. പുള്ളി ഒരു 10-30 വർഷമായത് അവിടെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. 2 വർഷമായിട്ട് പുള്ളി ഇങ്ങനെ കളിച്ച് നടന്ന്. പക്ഷെ പുള്ളിക്ക് സ്റ്റിൽ ദുബായിലുണ്ട്, ബിസിനസ് ഉണ്ട്. പുള്ളി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു. നാട്ടിൽ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 മക്കള്. മോന് ഓസ്ട്രേലിയ ജോലിയാണ്. ഇത് രണ്ടാമത്തോള്. ഞാൻ ആശ്വൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് മറ്റേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പ ചുട്ട അമ്മ ചുട്ട പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പൊ എല്ലാ വിവരങ്ങളൊക്കെ പിടികിട്ടി. അപ്പൊ ഇനിയിപ്പൊ എന്താ പറയണേ, പേരറിയാവോ എന്റെ? വണ്ടർഫുൾ നൈം. ഞാൻ അതിൽ വായിച്ചിട്ടുണ്ട്. നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലൈൻസ് മാത്യു. അതെന്താന്ന് വെച്ചാൽ എന്റെ മദറിന്റെ അനിയത്തി ജർമ്മനിയിലായിരുന്നു. അവിടുന്ന് വിട്ടു തന്ന പേരത്. അപ്പൊ ഇത് വന്ന് അവിടുന്ന് പറഞ്ഞ പേര് വേറെ, പക്ഷെ ഇവിടെ വന്നപ്പോ പേര് വേറെ. അപ്പൊ അതിന് അവസാനം ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ക്ലയൻസ് ഒന്നും വിളിക്കാതെ മാത്യു എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് നെയിം ആയിട്ടാണ് കിട്ടും. പിന്നെ ആരും ചോദിക്കുകയല്ലോ. അതെ, ക്ലയൻസ് നല്ല. താങ്ക് യു. കേൾക്കാത്ത ഒരുവിധം ഒന്നും കേട്ടിട്ടില്ല. നെയിം ആയതുകൊണ്ടാണ്. യെസ്. പിന്നെ വേറെ എന്തായിരുന്നു, ബിസിനസ്സൊക്കെ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, UAE-ലുണ്ട്, പോകുന്നു. ഇനി പുതിയതായിട്ട് ഞങ്ങളൊരു ഫാർമസി ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഈ മാസത്തേക്ക് നാട്ടില്. ഓർത്താൻസ്. അപ്പൊ അതിന്റെ ഇനാഗുറേഷൻ ആണ്. എല്ലാവരെയും മോസ്റ്റ് വെൽക്കം ചെയ്യാണ്. കുറുപ്പന്തര കോട്ടയം. താങ്ക് യു. ഇങ്ങോട്ട് നീങ്ങുമ്പോഴത്തേന് വീണ്ടും വരും. അതെ, ഇനി പല കഥകൾ വരും. നമ്മള് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചെന്നാല് മലേഷ്യ, തായ്ലാന്റ്, അസർബൈജാൻ, ശ്രീലങ്ക. അത്
നാട്ടില് വെച്ചാൽ കേരളത്തിന്റെ ഇടുക്കി ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇടുക്കി ഡിസ്ട്രിക്ട്. മുനാസ് MUNS. ഞാൻ മലപ്പുറം ജില്ലയാണ് പ്രോപ്പർ, പക്ഷേ എവിടെയും കൂടി തൃശ്ശൂർ ബോർഡറായിട്ട് വരും. പിന്നെ ഞങ്ങൾ ഖത്തറിലാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടേ, ഞാനത് പറയണ്ടല്ലോ. ഞാൻ പറയാനുള്ളത് എന്താ പറയുക, കൂടെ ഉള്ളത് വൈഫാണ് തസ്നി. അത് അവളെ അല്ല അതാണ് പറയുന്നത്. അങ്ങനെയാണ് ചോദിച്ചത്. പിന്നെ നിങ്ങളെ ഇവരെ വീടുകൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അറിയോ? ആകെ 1 കിലോമീറ്റർ മാറ്റിയുള്ളൂ. അതെങ്ങനെ ഞങ്ങൾ അറേഞ്ചാണ്. അത് നമ്മൾ ഒരിക്കലും അമ്പലമ്പലാണ്. ഞങ്ങൾ അറേഞ്ച് നിങ്ങൾ എല്ലാവരും ബൈക്കിലൊക്കെ പോകുന്നുണ്ടായിരുന്നു പണ്ട്. അതെ. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാവാൻ പോകുന്നു. ഫെബ്രുവരി മൈക്രോബയോളജി. ഭയങ്കര ഒരു സ്പോർട്സ് മാൻ ആണ്. നന്നായി ബാഡ്മിന്റൺ കളിക്കും, ഫുട്ബോൾ കളിക്കും, രക്ഷകർമ്മിയാണ്, നന്നായി പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പേര് ഫൈസല്. ഞാൻ മലപ്പുറം കോട്ടക്കലാണ് സ്വദേശം. വർക്ക് ചെയ്യുന്നത് കുവൈത്തില്. പിന്നെന്താ, ഇത് വൈഫ് അവൾ പരിചയപ്പെടുത്തിക്കൊള്ളുന്നുണ്ട്. എന്റെ പേര് സജിത. ഞാനും തൊട്ടടുത്ത് തന്നെയാണ് കോട്ടക്കൽ. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് ആദം, പിന്നെ ചെറുത് അമ്മാൻ. ഡോക്ടറാണ്, അത് പറഞ്ഞില്ല. അല്ല, എന്റെ ഹസ്ബൻഡ് നേഴ്സാണ്. കുവൈത്തിലാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ മുമ്പോട്ട് ഇതാണ് കോട്ട. ഞാൻ നോക്കണ്ടേ. നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. എല്ലാവരും പാടെ ഒന്നിച്ചെടുത്തതാണ്. മറ്റേതവിടെ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. മൻസൂർ കൗണ്ടറിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുവന്ന കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴുള്ള കാഴ്ച കേട്ടോ. അവിടെയാണ് എൻട്രൻസ്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വന്നത്. തൊട്ടപ്പുറം കാണുന്നത് ടോയ്ലറ്റ്. കുഴപ്പമില്ല, ടോയ്ലറ്റ് ചെലേക്ക. മൻസൂർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്.
നമ്മളെ ഗൈഡാണ് മൻസൂർ. അതൊക്കെ നമ്മളെ കൂടെ ഉള്ളവരാണ്. എന്താ തൊപ്പി എന്താക്കി? നമ്മളിപ്പോൾ കോട്ടൻ്റെ ഉള്ളിലേക്ക് കയറിക്കണി. ലൈറ്റൊന്നും ഇല്ല, എന്നാലും മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ചെറുങ്ങനെ കാണാം. ഇതിന്ന് ഒരു ഡോറുണ്ട്. ഈ റൂമിൽ കൂടെ നമ്മൾ വന്നു. അതിലൊരു അകത്തളുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് കഴിഞ്ഞപ്പോൾ പുറത്തേക്കുള്ള ഭാഗമാണത്. அவனு பார்த்து வேண்டா இருமா 4 8 இருந்தாலும் தான் ஒன்று பேருமா ഇവിടെ നിന്നാൽ യമുന നദി കാണാം. ഇതാണ് യമുന നദിയുടെ. ഇവിടെ തന്നെ താജ്മഹൽ കാണുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പ് കൈവിട്ടിക്കണ്. ഇവിടെ പോയി എന്നുള്ള അറിയില്ല. ഇവിടാണ് ഒരു ശരിക്കും വരേണ്ടത്. അവിടെയാണ് ഗാർഡനൊക്കെ കാണുന്നത്. പക്ഷെ ഒരു ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എവിടെ പോയി എന്നറിയില്ല. കഴിച്ചാലായി. ഞാനിപ്പോൾ വീഡിയോയിൽ പറയാണ് ഗ്രൂപ്പ് കൈവിട്ടിക്കണ്, കാണില്ല. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. ഇല്ലേ? നമ്മൾ മുകളിലേക്കാണ് കയറുന്നത്. സ്റ്റെയർ കേസ്. യെസ്, നമ്മളടുത്ത തൂണ്. പണ്ട് നമ്മളെ പടാപ്പുറത്ത് വെച്ച് തൂണില്ലേ, അതുപോലത്തെ തൂണ്. മീന മസ്ജിദ്. നടന്ന് മുപ്പാട് ഇളകിക്കിനെ. പോയി കംപ്ലീറ്റ് മാർബിളാണ് കേട്ടോ. താജ്മഹൽ. ഇനി വൈകുന്നേരം താജ്മഹൽ പോകും നമ്മൾ. ഇതവിടെ നിന്ന് കാണുന്നുണ്ടില്ലേ? അതെ അതെ അതെ. ഇവിടുത്തെ എല്ലാ ഹോട്ടലുമാരും പരിപാടി ഉണ്ട് കേട്ടോ. ഉണ്ടോ കഴിക്കുന്നത്? നല്ല വലിപ്പമുള്ള ഹോട്ടലാണ്. ഇപ്പോൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഫുഡ് കൊണ്ടിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലോ. ഞാൻ പറഞ്ഞ എക്സിക്യൂട്ടീവ് താലി എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. എന്താണ് ഇതിലുള്ളത്? 2 ബട്ടർ വെച്ച പത്തിരി, നെയ്യിടാതെ പത്തിരിക്ക് ബട്ടർ മേലെ വെച്ചിട്ട്, പിന്നെ കുറച്ച് പ്ലാവും ചോറും. ഇതൊന്ന് നോക്കട്ടെ. ഇതാണ് കബീർക്ക. ബിക്കാനീർ വാലിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കബീർക്ക ആസ്വദിച്ച് ഇവിടെ കാലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കബീർക്ക ഫുഡ് എങ്ങനെയുണ്ട്? ഇത്രയുണ്ടോ? ഓവർ ആക്ടിങ് ആണോ? സത്യമാണോ? ആണോ? ഓക്കെ. അപ്പോൾ ആഗ്ര ഫോർട്ടിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. നെക്സ്റ്റ് വീഡിയോ മേ ബി ഐ തിങ്ക് സോ താജ്മഹൽ. ഓക്കെ.